നമുക്കപ്പോൾ വീട് ബിൽഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഉറങ്ങണം. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കയ്യിൽ വേണ്ട. സോ നമുക്ക് ബെഡ് എടുക്കാൻ എന്നോട് വിട്ടുപോയി. ബെഡ് നമ്മൾക്ക് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ ആണ്. തൽക്കാലം നമുക്ക് സ്കാഫോൾഡിങ് മാറ്റാം. ഓക്കെ, ഉറങ്ങാം. ഇതാ ഹെയറിലൊരു ബ്ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയ്യോ എൻ്റെ ഹെയറിൽ വെച്ച് ബ്ലോക്ക് ഇവിടെ. ഓക്കെ, ഇവിടെ ആയിട്ട് ബിൽഡ് ചെയ്യാം. അവിടെ തൊട്ടടുത്തൊരു വില്ലേജ് ഉണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ ബ്ലോക്ക് വെക്കാം, ഇവിടെ ഒന്ന് വെക്കാം, ഇവിടെ ഓക്കെ. ഇവിടെ 2 ഡോർസ്. ഓക്കെ, എന്നിട്ട് നമുക്കിത് തുറന്നാൽ ഇതാ ഡയറക്റ്റ് നമ്മുടെ റൂമിലോട്ടുള്ള ആക്സസ്. ആഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡയമണ്ട് ബ്ലോക്സ് ഇങ്ങോട്ട് വെക്കാം. അതിന് മുന്നേ ഓക്കെ നമുക്ക് ഈ എണ്ണിട്ട് വെക്കാം. ഇത്ര നീട്ടം വേണോ? ഇതുപോലെ തൽക്കാലം നമുക്ക് ഇത്ര മതി. ഓക്കെ, യെസ്, 2 ബ്ലോക്ക് മതിയോ ശരിക്കും നമുക്ക്? അത് തൽക്കാലം മതി. ഞാൻ 2 ഫ്ലോറുള്ളൊരു വീടാണ് ഗൈസ് ബിൽഡ് ചെയ്യുന്നത്. ഡയമണ്ട് ബ്ലോക്സ് നല്ല രസമാണ് കാണാൻ, അതാണ് ഞാൻ ഡയമണ്ട് ബ്ലോക്സ് ഉണ്ടാക്കുന്നത് ഗൈസ് ഈ വീട്. ഓക്കെ ഓക്കെ ഗൈസ്, ഈ സൈഡ് സെറ്റ് ഇനി ആ സൈഡ് കൂടി റെഡി ആക്കണം. ഈ സൈഡ് കൂടി സെറ്റ് ആക്കിയ സെറ്റാണ്. കുറച്ചുകൂടി വീതി കൂട്ടണം തോന്നുന്നു ഗൈസ്. നമുക്ക് കുറച്ചുകൂടി വീതി കൂട്ടാം. ഓക്കെ, ഇങ്ങോട്ടില്ല. ഒരു ഡോറും ബ്രേക്ക് ചെയ്തേ. ഞാനിത് മൊത്തം ഇനിയിപ്പോൾ റീബിൽഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കൊരു ഫാമൊക്കെ വേണം ഗൈസ് ഈ വീട്ടിൽ. ഈ സൈഡിലും നമുക്ക് ഇത്തിരി എക്സ്പാൻഡ് ചെയ്യാം, മറ്റേ സൈഡിലും ഒരു ഇത് എക്സ്പാൻഡ് ചെയ്യാം, ഒരു ബ്ലോക്ക്. നമ്മുടെ തൊട്ടപ്പുറം ഒരു വില്ലേജും ഉണ്ട്. ഓക്കെ ഓക്കെ, 2 ബ്ലോക്ക് ഹൈറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. വെയിറ്റ്, അല്ലേ നമുക്ക് 3 ബ്ലോക്കൊക്കെ വയസ്സായിട്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? പക്ഷെ ചിലപ്പോൾ ഇത് നമ്മുടെ വീടിനെ ബാധിച്ചേക്കാം, TNT ഇട്ട് പൊട്ടിക്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വെല്ലോടെ ഓക്കെ ഓക്കെ. വെയിറ്റ്, ഞാനെന്തിനാ ഇപ്പോൾ ഇവിടെ വെച്ച് TNT എടുക്കാൻ നോക്കി? ഇത് പൊട്ടിത്തെറിപ്പിച്ചോളെ മൊത്തം. തൽക്കാലം ഇത് മാറ്റി. പിന്നെ നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ
അടുത്തത് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം. ഇതിൻ്റെ ഓക്കെ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഒറ്റ ഒരു TNT ഉപയോഗിക്കാൻ പാടുള്ളൂ. സാൻഡ് എവിടെ? സ്മൂത്ത് സാൻഡ് സ്റ്റോൺ. നമുക്ക് ഒരു നോർമൽ സാൻഡ് ബ്ലോക്ക് വേണം. TNT എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് തൽക്കാലം ടെറാക്കോട്ട എടുത്ത് മാറ്റാം. നമുക്കിതിന് വീണ്ടും റീബിൽഡ് ചെയ്യണം. എൻ്റെ വീട്ടിലോട്ടുള്ള പാത്ത് മൊത്തം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നൈസ്. ഞാൻ നോക്കുന്നൊന്നുമില്ല, നിരത്തി അങ്ങ് വെച്ചുകൂടാണ്, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഫുള്ള് ഇതാക്കണം, ബ്ലോക്സ് ഇട്ട് അടയ്ക്കണം. ഇവിടെ അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയെന്ന് തന്നെ ആൾക്കാരറിയാൻ പാടില്ല. ഓക്കെ, ഗൈസ്, അപ്പം നമുക്കിത് വേഗം കംപ്ലീറ്റ് ചെയ്യാം. അവസാനത്തെ ഹോളും അടച്ചു ഫൈനലി. ഇതേപോലെ തന്നെ ചെയ്യാം നമുക്ക്. TNT എക്സ്പ്ലോഷൻ കൊണ്ട് നമ്മുടെ റൂഫ് വേഗം പൊട്ടിപ്പൊളിയുന്നുണ്ട്. ബ്ലോക്ക് ഓഫ് TNT എവിടെയും വെക്കാം. ആഡ്. ഓക്കെ, അപ്പം നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. വേഗം ലോഡാവും, വേഗം ലോഡ് ചെയ്യും. ക്രാഫ്റ്റ് കൊണ്ട് കുത്തു കിട്ടു. നൈസ്. ഇവിടെ വെച്ച് നമുക്കൊന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, നൈസ്. ഇവിടെ നമുക്ക് ബ്ലോക്ക് വെക്കണം. നമുക്ക് വലിപ്പം കൂട്ടണം നമ്മുടെ വീടിന്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും വലിയ എക്സ്പ്ലോഷൻ ഇപ്പം നടത്തിയത്. ഓക്കെ ഓക്കെ, ഗൈസ്, നമുക്കപ്പോൾ ഇവിടെ ഇത് വെക്കാം. ഇവിടെ വെക്കാം. അയ്യോ, ഇത് പൊട്ടിക്ക്. ഇതെന്തിനാ ഞാനിപ്പോൾ വെച്ച്? ഓക്കെ ഓക്കെ, നമുക്ക് വെയിറ്റ്.
അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബ്ലോക്സ് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് വീടൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ നമുക്ക് ലേശോടി വീട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് മതിയാവും വലിപ്പോൾ. നീട്ടമൊക്കെ ഇത് മതിയാവും. ഇവിടെ കുറച്ച് നീട്ടം വെക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്തിരി നീട്ടം വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇത് മതിയാവും നീട്ടോ. നമുക്കപ്പോൾ ബ്ലോക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഈ ഒരു സെയിം ഇതിൽ ഹൈറ്റാണ് ഗൈസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. ഹൈറ്റ്. അയ്യോ, ഇവിടെ ബ്ലോക്ക് വെച്ചോ. ഓക്കെ, നമുക്ക് ഇത്ര ഹൈറ്റ് വെക്കാം. ഓ ശേ, ഓക്കെ. അപ്പോൾ നമുക്ക് ലേശൂടെ ഹൈറ്റ് കൂട്ടാം. ഓക്കെ, ഇത് മതി ഹൈറ്റ്. ഇതാണ് നമുക്ക് പറ്റിയ ഹൈറ്റ്. ഓക്കെ, സെറ്റ് ഗൈസ്. വെയിറ്റ്, ഡോറിന് ഇത്രയും വലിപ്പം ഉണ്ടാവില്ലല്ലോ. 5 ബ്ലോക്ക് വലിപ്പമുണ്ട്. കുറച്ചുകൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം വീട്. നമുക്ക് ലേശോടി വീട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് മതി. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇത് മതി വലിപ്പോ. ഓക്കെ, ഇതേ സെയിം വലിപ്പം വെക്കാം. 1 2 3 4 5 6. 1 2 3 4 5 6 കറക്റ്റ് വലിപ്പമായിട്ടുണ്ട്. ഓക്കെ, ഇനി നിരത്തി വെക്കലാണ്. ഓക്കെ, നമുക്ക് ഇത്ര മതിയാവും വലിപ്പോ. ഓക്കെ, ഇത് മതിയാവും നമുക്ക് വലിപ്പോ. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്ര മതിയാവില്ല വലിപ്പോ. ഓ, ആഡ്. സോ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം ഡോർ. ഇവിടെ ഇനി നമുക്ക് സാൻഡ് ആവശ്യമില്ല. നമുക്ക് ഡോറിൻ്റെ അടുത്ത് തിരിച്ച് കയ്യിലോട്ട് വെക്കാം. ഡോറ് മുകളിലാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ബിർച്ച് ഡോർ. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നോക്കിയ ടെറക്കോട്ട എടുത്ത് വൈറ്റ് ഗ്ലേസ്ഡ് ടെറക്കോട്ട. നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, ഇത് മതിയാവും വലിപ്പം. ഇവിടെ ആയിട്ട് നമുക്ക് 2 ഡോറുകൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഓക്കെ നൈസ്. ഓക്കെ, നൈസ് ഗൈസ്. ഓക്കെ, നൈസ്. വെരി വെരി നൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, അടിപൊളിയായി വരുന്നുണ്ട് നമ്മുടെ വീട്. ഓക്കെ, നൈസ്. നമുക്ക് എന്നിട്ട് ഒരു ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ ആഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് രസവും ഗെയിമും എടുക്കാം.
എന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൽ സൂര്യനുണ്ട്. നമുക്ക് ചെറിയൊരു വിൻഡോ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഫൈനൽ ഫ്ലോർ ബ്ലോക്ക്. യെസ് ഗായ്സ്, എന്ത് രസം നോക്കി ടൈല് കാണാൻ, എന്ത് രസമായി വീട് കാണാൻ. ഇനി നമുക്ക് കുറച്ച് ലാൻഡേൺസ് തൂക്കണം. ഇനി ടെറാക്കോട്ട ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കുറച്ച് ലാൻഡേൺസ് തൂക്കണം. ലാൻഡേൺസ് യോ യോ. ഓക്കെ, നമുക്ക് ഇനി ഡ്രസ്സ് സൂക്ഷിക്കുന്ന സ്ഥലം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് നൈസ്. നൈസ്, കുറേ ഡ്രസ്സ് നമുക്ക് വെക്കാനുള്ളതായിട്ടുണ്ട്. ലെതർ, ചെയിന്, അയൺ, ഗോൾഡ്, ഡയമണ്ട്, നെതറൈറ്റ് വെക്കാൻ നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. സെറ്റ്. നമ്മുടെ ഡ്രസ്സ് കളക്ഷൻ മൊത്തം ഇവിടെ. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ആർമർ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, TNT ആവശ്യമില്ല. നമുക്കിനി ഫെൻസ് ആവശ്യമുണ്ട്. ഫെൻസ് എവിടെ? അതിന് മുന്നേ നമുക്ക് ഇതുണ്ടാക്കണം, ഗ്ലാസ് പെയിൻ വെച്ചിട്ടൊരു വിൻഡോ ഉണ്ടാക്കാം. ഇവിടെ ഈ വാതിലിൻ്റെ സൈഡിലായിട്ട്. ഓക്കെ, നൈസ് വിൻഡോ. എനിക്ക് നല്ലൊരു വ്യൂ തന്നെ കിട്ടും. ഇവിടെ വെക്കാൻ പറ്റത്തില്ല നമുക്കപ്പോൾ നമ്മുടെ ഡയമണ്ട് ബ്ലോക്ക് തിരിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഡയമണ്ട് ബ്ലോക്ക് തിരിച്ചെടുത്തിട്ട് ഇവിടെ വെക്കാം ഡയമണ്ട് ബ്ലോക്ക്. ഓക്കെ, നൈസ്. ഇനി നമുക്ക് ലാൻഡേൺസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് ലാൻഡേൺസ് എവിടെ കിട്ടും? ലാൻഡേൺസ് എവിടെയാണുള്ളത്? സോൾ ലാൻഡേൺ തന്നെ എടുക്കാം. ഈ സോൾ ക്യാമ്പ് ഫയർ ഒന്നും വേണ്ട. ഓക്കെ, ഇതിനേക്കാൾ വെളിച്ചം മറ്റേ ഓറഞ്ചിനുണ്ടാവും. ഓക്കെ, നമുക്കപ്പോൾ ആഡ് കഴിയും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ലാൻഡേൺ പൊട്ടിക്കണം. നമുക്ക് എന്നിട്ട് ഓറഞ്ച് സാധനം എടുക്കാം. ഓറഞ്ച് നല്ലൊരു ലാൻഡേൺ ആണ്. എന്നിട്ട് നമുക്ക് ഓറഞ്ച് ലാൻഡേൺ ഇവിടെ തൂക്കാം. ഇവിടെ ഒന്ന് വീടിൻ്റെ ചുറ്റും വെളിച്ചം വരട്ടെ. ഇവിടെ ഒന്ന്. ഓക്കെ, ഇനി ബെഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ഇത് പൊട്ടിച്ച് നമ്മുടെ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വെക്കാം. എന്നിട്ട് സ്കാഫോൾഡിങ് വെക്കാം. ഓക്കെ, സ്കാഫോൾഡിങ് കിട്ടിയിട്ടുണ്ട്. നൈസ്. ഓക്കെ, നമുക്ക് സ്കാഫോൾഡിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാമും ഇതൊക്കെ ബിൽഡ് ചെയ്യണം. ഇനി നമുക്ക് ആർമർസ് ആക്കി തുടങ്ങാം. അതിന് നമുക്ക് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് കളയാം. ഓക്കെ, എന്തായാലും വേണ്ട എനിക്ക് ഫാമിൽ നോക്കാം. ഇനി നമുക്ക് ഓക്ക് ഫെൻസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ സൈഡിലായിട്ട് ഫാമല്ല, എനിമൽസ് ഉള്ള ഒരു സ്ഥലം. അത് ഈ സൈഡിലാണ് മറ്റേ എനിമൽസ് പോലെ ഒക്കെ വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഫാം അല്ല മറ്റേ എനിമൽസൊക്കെ ഉള്ള സ്ഥലം സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു വലിപ്പം വെക്കാം.
നമുക്ക് വലിയ ഫാം വെക്കാം. നമുക്ക് നല്ല വലിയൊരു ഫാം വെക്കാം. ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ അങ്ങനെ കയറ്റാം. ഓക്കെ നൈസ്. ഇനി നമുക്ക് നിരത്തി സ്പൂൺ ചെയ്യാം. 2 പശു. നൈസ്. എന്ത് ശാന്ത സ്ഥലമായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഇത് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. പിങ്ക് ഷീപ്പ്. പിങ്ക് ഷീപ്പ് സ്പോണായി. കുറച്ചുകൂടി കോഴി എന്നേ. നൈസ്. ഈ സ്കെൽട്ടൻസ് എൻ്റെ ഇതിൽ കയറി കിടക്കാൻ പാടില്ല. ഓക്കെ, സോ നമുക്കതായാലും വീഡിയോ അതിൻ്റെ ചെയ്യാം. പീസ് ഔട്ട്.